Good morning to all. Today we are going to discuss about the topic solvency or leverage ratios. The term solvency refers to the ability of a firm to pay its outside liabilities, that is, long term and short term liabilities. Solvency may be short term solvency or long term solvency. സോൾവൻസി എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ എബിലിറ്റിയാണ്. ഔട്ട്സൈഡ് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ ഉള്ള ഒരു ഫേമിൻ്റെ കഴിവിനെയാണ് നമ്മൾ സോൾവൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈം ലയബിലിറ്റീസും ഉണ്ട്, ലോങ് ടൈം ലയബിലിറ്റീസും ഉണ്ട് അല്ലേ. ഷോർട്ട് ടൈം ലയബിലിറ്റീസ് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ്, അതുപോലെ ബിൽസ് പേബിള്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇതൊക്കെയാണ് ഷോർട്ട് ടൈം ലയബിലിറ്റീസിൽ ഉൾപ്പെടുന്നത്. ലോങ് ടൈം ലയബിലിറ്റീസ് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ്, ലോങ് ടൈം ലോൺസ് ഒക്കെ. അപ്പം ഇങ്ങനെയുള്ള ഔട്ട്സൈഡ് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ പറ്റുന്ന ഒരു ഫേമിൻ്റെ എബിലിറ്റിക്കാണ് എന്ത് പറയുന്നത്, സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോൾവൻസി രണ്ട് രീതിയിലാണ് ഉള്ളത്. ഷോർട്ട് ടൈം സോൾവൻസിയും ഉണ്ട്, ലോങ് ടൈം സോൾവൻസിയും ഉണ്ട്. ഷോർട്ട് ടൈം സോൾവൻസി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് എ ഫേം ടു മീറ്റ് ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് ഇൻ ടൈം. ദിസ് ഈസ് നോൺ ആസ് ലിക്വിഡിറ്റി. ഷോർട്ട് ടൈം സോൾവൻസി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് കൊടുത്തു തീർക്കാൻ പറ്റുന്ന ഫേമിൻ്റെ എബിലിറ്റിക്കാണ് ഷോർട്ട് ടൈം സോൾവൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ പറഞ്ഞപ്പം പറഞ്ഞായിരുന്നു അല്ലേ, ഒരു ഫേമിൻ്റെ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ പറ്റുന്ന ഫേമിൻ്റെ കഴിവിനെയാണ് ഷോർട്ട് ടൈം സോൾവൻസി, അതായത് ലിക്വിഡിറ്റി റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലിക്വിഡിറ്റി ഓർ സോൾവൻസി റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then long term solvency refers to the ability of a company to repay its long term debt when due and its ability to pay interest or dividend on the debt regularly. ഇവിടെ പറയുന്ന ലോങ് ടൈം സോൾവൻസി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിൻ്റെ ലോങ് ടൈം ഡെറ്റ് അല്ലെങ്കിൽ ലോങ് ടൈം ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ പറ്റുന്ന കഴിവാണ്. അപ്പോൾ അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാണോ അല്ലെങ്കിൽ അത് ഡ്യൂ ആകുന്ന എന്നാണോ ആ സമയത്ത് ആ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ പറ്റുന്നത്, അതായത് ലോങ് ടൈം ലയബിലിറ്റീസ് ആണ് അല്ലെങ്കിൽ ലോങ് ടൈം ഡെറ്റ് ആണ്, അത് കൊടുത്തു തീർക്കാൻ പറ്റുന്ന കഴിവിനാണ് നമ്മൾ ലോങ് ടൈം സോൾവൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഇറ്റ്സ് എബിലിറ്റി ടു പേ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഓൺ ഡെറ്റ് റെഗുലർലി. ഈ നമ്മളെടുക്കുന്ന ഔട്ട്സൈഡ് പുറത്തുനിന്ന് നമ്മളെടുക്കുന്ന ഡെറ്റില്ലേ, ഡെറ്റ് എന്ന് വെച്ചാൽ ഡിബഞ്ചേഴ്സ്, ബാങ്ക് ലോണ് ഒക്കെ, അങ്ങനെയുള്ള ആ ഡെറ്റിന് അല്ലെങ്കിൽ ആ കടത്തിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം, അതുപോലെ തന്നെ ഡിവിഡൻ്റ് ഒക്കെ കൊടുക്കണം. പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അതിന് നമ്മൾ ഡിവിഡൻ്റ് ഒക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രസ്റ്റും ഡിവിഡൻ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ബിസിനസ് ഫേമിൻ്റെ കഴിവും കൂടിയാണ് ലോങ് ടൈം സോൾവൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോങ് ടൈം സോൾവൻസി എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ പറ്റുന്ന ബിസിനസ് ഫേമിൻ്റെ എബിലിറ്റി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ലോങ് ടൈം ലയബിലിറ്റീസിന് വേണ്ടി വരുന്ന ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും കൂടെ കൊടുത്തു തീർക്കാൻ പറ്റണം. അങ്ങനെയുള്ള എബിലിറ്റീസിനാണ് നമ്മൾ ലോങ് ടൈം സോൾവൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ലോങ് ടൈം സോൾവൻസി എന്ന് പറഞ്ഞാൽ ലോങ് ടൈം സോൾവൻസി മീൻസ് ലോങ് ടൈം ലിക്വിഡിറ്റി. ലോങ് ടൈം ലിക്വിഡിറ്റിക്കാണ് ലോങ് ടൈം സോൾവൻസി എന്ന് പറയുന്നത്. ദെൻ ദ ടേം സോൾവൻസി ജനറലി മീൻസ് ലോങ് ടൈം സോൾവൻസി. നമ്മൾ സോൾവൻസി എന്ന് പറയുമ്പോൾ ഇവിടെ ഷോർട്ട് ടൈം സോൾവൻസിയും വരുന്നുണ്ട്, ലോങ് ടൈം സോൾവൻസിയും വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സോൾവൻസി എന്ന് പറയുമ്പോൾ ഇവിടെ ലോങ് ടൈം സോൾവൻസി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ സോൾവൻസിയിൽ ഷോർട്ട് ടൈം സോൾവൻസി ഉണ്ട്, ലോങ് ടൈം സോൾവൻസി ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി എടുക്കുന്ന സോൾവൻസി എന്ന് പറയുന്നത് ലോങ് ടൈം സോൾവൻസി മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. അതായത് ലോങ് ടൈം സോൾവൻസി എന്ന് പറഞ്ഞാൽ ലോങ് ടൈം സോൾവൻസി ഓർ ലിവറേജ് റേഷ്യോ, അതിന് വേറൊരു പേരാണ് ലിവറേജ് റേഷ്യോ. ലിവറേജ് റേഷ്യോ ആർ യൂസ്ഡ് ടു അനലൈസ് ദ ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻസ് ഓഫ് എ ബിസിനസ്. എന്ന് വെച്ചാൽ ഇത് ലോങ് ടൈം ഫിനാൻഷ്യൽ ബിസിനസ് ഫേമിൻ്റെ ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ദീസ് റേഷ്യോസ് ആർ യൂസ്ഡ് ടു അനലൈസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. ഈ റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ബിസിനസ് ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് അനലൈസ് ചെയ്യാം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ക്യാപിറ്റലാണ് അല്ലേ. എത്ര ഡെറ്റ് ക്യാപിറ്റൽ വേണം, എത്രത്തോളം ഇക്വിറ്റി ക്യാപിറ്റൽ വേണം, എത്ര പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, അങ്ങനെയുള്ള അതിൻ്റെ ആ സ്ട്രക്ചർ, ക്യാപിറ്റൽ സ്ട്രക്ചർ അതിനാണ് നമ്മൾ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. അതുപോലെ അതാണ് ഇവിടെ പറയുന്നത് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ, ബിസിനസ് ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ റേഷ്യോസ് ഉപയോഗിക്കാൻ സാധിക്കും. ഹെൻസ് ദീസ് റേഷ്യോസ് ആർ ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ്. അപ്പം ഇതിന് സോൾവൻസി റേഷ്യോയ്ക്ക് ഏതൊക്കെ പേരുണ്ട്, ലിവറേജ് റേഷ്യോ എന്നുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് എന്നുണ്ട്. അപ്പം 3 പേരാണ് ഇവിടെയുള്ള സോൾവൻസി റേഷ്യോ,
ലിവറേജ് റേഷ്യോ, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ്. ദെൻ ദ ടേം സോൾവൻസി മീൻസ് സോൾവൻസി എന്ന് പറയുന്നത് നമുക്കറിയാം ലോങ് ടൈം സോൾവൻസിയാണ്. ജനറലി റെഫേഴ്സ് ടു ദ കപ്പാസിറ്റി ഓർ എബിലിറ്റി ഓഫ് എ ഫേം to repay the long term liabilities along with the interest due on them regularly. അല്ലേ, ഒരു ബിസിനസ് ഫേം നേരത്തെ പറഞ്ഞു തന്നെയാണ് എന്താ, ഒരു ബിസിനസ് ഫേമിൻ്റെ ലോങ് ടൈം ലയബിലിറ്റീസ് തിരിച്ചു കൊടുക്കാനുള്ള ബിസിനസ് ഫേമിൻ്റെ കഴിവ്, ആ ലയബിലിറ്റീസ് തിരിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെയാണ് അതിനുവേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണോ അത് കൊടുക്കാനുള്ള ബിസിനസ് ഫേമിൻ്റെ കഴിവിനെയാണ് നമ്മൾ പറയുന്നത് സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. Then important solvency ratios are debt equity ratios, total asset to debt ratio, proprietary ratio, interest coverage ratios. ഇത്ര റേഷ്യോസ് ആണ് നമുക്ക് സോൾവൻസി റേഷ്യോയിൽ വരുന്നത്. ഒന്ന് ഇക്വിറ്റി റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, രണ്ടാമത് ടോട്ടൽ അസറ്റ് ടു ഡെറ്റ് റേഷ്യോ, മൂന്നാമത് പ്രൊപ്രൈറ്ററി റേഷ്യോ, ദെൻ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോസ്. അതിൽ ഫസ്റ്റ് വൺ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. Debt equity or debt to equity ratio is the most important ratio to test the solvency of a firm. This ratio indicates the relative proportion of debt and equity in financing the assets of a firm. Debt equity ratio എന്താ, it indicates the relative proportion of debt and equity. ഒരു ബിസിനസ് ഫേമിൻ്റെ അസറ്റ്സ് അല്ലെ, അസറ്റ്സ് നമുക്കറിയാം, അസറ്റ്സ് എന്ന് പറയുമ്പം ആ അസറ്റ്സിന് വേണ്ടിയുള്ള ഫണ്ട് എവിടെ നമ്മൾ റേസ് ചെയ്യുന്നത്, ഈ ഒന്നെങ്കിൽ ഡെറ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താ ഇക്വിറ്റി ക്യാപിറ്റൽ അല്ലേ. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷെയർസ് ഒക്കെയാണ്. ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കുന്നതാണ് ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഒക്കെയാണ്. അപ്പം ഒന്നെങ്കിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഡിബഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടാണ് ബിസിനസ് ഫേം ഫണ്ട് കളക്ട് ചെയ്യുന്നത് അല്ലേ. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഫേമിൻ്റെ അസറ്റ് അല്ലേ, ഒരു അസറ്റിൽ എത്രത്തോളമാണ് ഡെറ്റ് ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റൽ, ഡെറ്റ് ക്യാപിറ്റൽ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിനാണ്, അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്ന റേഷ്യോ ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫേമിൽ ഡെറ്റ് എത്രത്തോളം ഉണ്ട്, ഇക്വിറ്റി എത്രത്തോളം ഉണ്ട്, അതിൻ്റെ പ്രൊപ്പോർഷൻ, ഡെറ്റ് ഇക്വിറ്റി പ്രൊപ്പോർഷൻ ആണ് എന്ന് പറയുന്നത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് ഇറ്റ് എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് എന്ന് പറയുന്നത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഡെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്റ്റേണൽ ഇക്വിറ്റിയാണ് അല്ലേ, എക്സ്റ്റേണൽ പുറത്തുനിന്ന് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് ഡെറ്റ് എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ ഇക്വിറ്റിയാണ്. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവരുന്നത് അല്ലേ, ഒരു ബിസിനസ് ഫേമിൻ്റെ റിയൽ ഓണേഴ്സായ ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവരുന്ന ഫണ്ടാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇൻറ്റേർണൽ ഇക്വിറ്റി എന്ന് പറയുന്നു. This ratio is also known as external internal equity ratio. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോനെ വേറെ രീതിയിൽ പറയാം നമുക്ക് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇക്വിറ്റി റേഷ്യോ. കാരണം ഡെറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇക്വിറ്റിയാണ്, ഇക്വിറ്റി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഇക്വിറ്റിയാണ്. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ലോങ് ടൈം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ലോങ് ടൈം ഡെറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി. അപ്പം ലോങ് ടൈം നമുക്ക് നോക്കാം, ഈ ലോങ് ടൈം ഡെറ്റ് എന്താണ്, ഇക്വിറ്റി. അപ്പോൾ ലോങ് ടൈം ഡെറ്റ് എന്ന് പറയുമ്പോൾ ഡെറ്റിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കണം, ഒന്ന് ഡിബഞ്ചേഴ്സാണ്, അത് അടുത്ത ഓൾ ലോങ് ടൈം ലോൺസ് ഒക്കെ, ലോങ് ടൈം ലോൺസ് എല്ലാം ഡെറ്റിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ മോർഗേജ് ലോണ് ഒക്കെ, മോർഗേജ് ലോണും ഡെറ്റിൽ ഉൾപ്പെടുന്ന ഐറ്റമാണ്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതുപോലെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസസ്, ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസസ്. അപ്പോൾ ഇത്ര ഐറ്റമാണ് ഇക്വിറ്റിയിൽ ഉൾപ്പെടുന്നത്. ഡെറ്റിൽ ഉൾപ്പെടുന്ന ഐറ്റം ഡിബഞ്ചേഴ്സ്, ഓൾ ലോങ് ടൈം ലോൺസ്, മോർഗേജ്. ഇക്വിറ്റി ഉൾപ്പെടുന്ന ഐറ്റം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസസ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 ആണ്. സ്റ്റാൻഡേർഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 ആണ്. എന്ന് വെച്ചാൽ ഡെറ്റ് എത്രത്തോളമാണുള്ളൂ അതിന് ആനുപാതികമായിട്ട് ഇക്വിറ്റി ഉണ്ടാണ്, അതാണ് സ്റ്റാൻഡേർഡ്. അപ്പം ഡെറ്റ് 1 ലക്ഷം ആണെങ്കിൽ ഇക്വിറ്റി 1 ലക്ഷം ഉണ്ടായിരിക്കണം അല്ലേ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1:1 ആയിരിക്കണം. അപ്പോൾ ഇതാണ് ഡെറ്റ്. നമുക്കിപ്പോൾ ഒന്ന് പഠിച്ചത് എന്താ, ലിവറേജ് റേഷ്യോയിൽ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോയിൽ നമ്മൾ പഠിച്ച ഒരു റേഷ്യോ ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക, ലോങ് ടൈം ഡെറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി. ഡെറ്റിൽ ഉൾപ്പെടുന്ന ഐറ്റം, ഇക്വിറ്റിയിൽ ഉൾപ്പെടുന്ന ഐറ്റം, ഇത്രയും പഠിച്ചിരിക്കുക. ഡെറ്റിൽ ഡിബഞ്ചേഴ്സോ ലോങ് ടൈം ലോൺസോ മോർഗേജ് ആണ് ഉൾപ്പെടുന്നത്, മീൻസ് മോർഗേജ് ലോൺ ആണ്. ഇക്വിറ്റിയിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഇനി നമുക്കൊരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നോക്കാം.
ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ പറയുന്നത്. 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഫുള്ളി പെയ്ഡ് ₹2 lakhs. 10,000 9% preference shares of ₹10 each fully paid 1 lakhs. General reserve 90,000. Profit and loss account 60,000. 15% debentures 1,50,000. Preliminary expenses 20,000. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ലോങ് ടൈം ഡെറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റിയാണ്. ലോങ് ടൈം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റിക്ക് വേറൊരു പേരാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സെയിം ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ലോങ് ടൈം ഡെറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞ് എഴുതുക. ഇനി നമുക്ക് എഴുതാം ലോങ് ടൈം ഡെറ്റ് നമ്മൾ എഴുതുക. ലോങ് ടൈം ഡെറ്റ് എന്ന് പറയുന്നത് ലോങ് ടൈം ഡെറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്കി ഏതൊക്കെയാണ് ലോങ് ടൈം ഡെറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 15% ഡിബഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. 15% ഡിബഞ്ചേഴ്സ് മാത്രമേ ലോങ് ടൈം ഡെറ്റ് വരുന്നത്. ഡെറ്റിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയായിരുന്നു? ഡിബഞ്ചേഴ്സ്, ഓൾ ലോങ് ടൈം ലോൺസ്, മോർഗേജ് ലോൺസ്, അതാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഏതേ ഉള്ളൂ? 15% ഡിബഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ലോങ് ടൈം ലോൺസോ മോർഗേജിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ 15% ഡിബഞ്ചേഴ്സ്, അതാണ് നമ്മുടെ ഡെറ്റ് എന്ന് പറയുന്നത്. 1,50,000 അതാണ് ലോങ് ടൈം ഡെറ്റ്. ഇനി ഇക്വിറ്റി നോക്കാം. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ വരും? ഇക്വിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ തന്നായിരുന്നു. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും, ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും. അപ്പോൾ ഇക്വിറ്റിയിൽ പെടുന്ന ഐറ്റമാണ് ഈ ഇക്വിറ്റി ക്യാപിറ്റൽ വരും അല്ലേ. ഈ ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാ? ₹2 lakhs വരും. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാ? 1 lakhs വരും. ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് ജനറൽ റിസർവ് വരും 90,000 വരും. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിസർവ് വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്നതാണ് 60,000 വരും. അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്ന അല്ലെങ്കിൽ ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്ന ഐറ്റം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും, ജനറൽ റിസർവ് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ വെച്ചാൽ ഇക്വിറ്റി എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 4,50,000 കിട്ടുന്നു. ദെൻ എന്തായിരുന്നു? ലോങ് ടൈം ഡെറ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ്. ഡിബഞ്ചർ മാത്രമേ ഉള്ളൂ, അത് 1,50,000 ആണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 4,50,000 കിട്ടും. ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ലോങ് ടൈം ഡെറ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ലോങ് ടൈം ഡെറ്റ് എന്ന് പറയുന്നത് 1,50,000 ഡിവൈഡ് ബൈ 4,50,000. 1,50,000 ഡിവൈഡ് ബൈ 4,50,000 ദാറ്റ് ഈസ് 0.33 കിട്ടും. നമുക്ക് ആൻസർ 0.33 കിട്ടും. നമ്മൾ അതിൻ്റെ കൂടെ 3:1 എന്ന് പറഞ്ഞ് ചേർക്കണം. 0.33:1. നമുക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലോങ് ടൈം ഡെറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി. ലോങ് ടൈം ഡെറ്റ് എല്ലാം കൂടെ നമ്മൾ എഴുതുക. ലോങ് ടൈം ഡെറ്റ് 1,50,000 ഉള്ളൂ. ദെൻ ഇക്വിറ്റി എല്ലാം കൂടെ എഴുതുക. ഇക്വിറ്റി എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതുക. അതാണ് ഇക്വിറ്റി. അപ്പം ഡെറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്ന 0.33 ആണ്. നമ്മൾ എഴുതുമ്പോൾ 0.33:1 എന്ന് എഴുതാം. 0.33 എന്ന് പറയുന്നത് ഡെറ്റാണ്, ഇക്വിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഈ രീതിയിൽ ചെയ്യുക.